ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് 2 ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആഗസ്റ്റ് 2 ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ഈ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ ഉണ്ടാകും. മിഥുനം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 3ാം ഭാവരാശിയാണ്, ബുധൻ്റെ രാശിയാണ്. ആ ബുധൻ എന്ന് പറയുന്നത് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ ശത്രുഗ്രഹമാണ്. അപ്പോൾ ശത്രു രാശിയിലേക്കാണ് ആ ചൊവ്വാഗ്രഹം രാശി മാറുന്നത്. ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഒരു ആക്ടിവിറ്റിയുടെ ഗ്രഹമാണ്, ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ്, പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ്, കോപത്തിൻ്റെ ഗ്രഹമാണ്, വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്, സഹോദരകാരകത്വത്തിൻ്റെ ഗ്രഹമാണ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻജിനീയറിങ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഈ ചൊവ്വയെ കാണാം. അപ്പം ചൊവ്വ ബുധൻ്റെ രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയും. ബുധൻ്റെ രാശിയിലേക്ക് ചൊവ്വ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗണിതം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എഴുത്ത്, നമ്മുടെ പ്രഭാഷണം, ചർച്ചകൾ, അതുപോലെ നമ്മുടെ സ്കില്ല്, നമ്മുടെ പഠനം, അതുപോലെ നമ്മുടെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയിലൊക്കെ നമുക്ക് കൂടുതൽ തിളങ്ങാൻ കഴിയും. അതേസമയം ഈ കാലപുരുഷൻ്റെ 3ാം ഭാവരാശിയായ മിഥുനൻ രാശി ചൊവ്വയുടെ ശത്രുരാശി ആയതുകൊണ്ട് സ്പീച്ചിൽ തീഷ്ണത കൂടും. എന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ട് സംസാരിക്കും. അത് ചിലപ്പോൾ വാഗ്വാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത്, ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീന കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും, അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഈ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ചൊവ്വ 5ാം ഭാവാധിപനാണ്, അതുപോലെ 12ാം ഭാവാധിപനാണ്. 5ഉം 12ഉം ഭാവാധിപനായ ചൊവ്വ അവരുടെ 7ലേക്കാണ് രാശി മാറുന്നത് ആഗസ്റ്റ് 2. സെപ്റ്റംബർ 18 വരെ 7ാം ഭാവരാശിയിൽ ചൊവ്വ ഉണ്ടാകും. എങ്കിലും ചൊവ്വ 7ാം ഭാവരാശിയിലാണ് നിൽക്കുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ്, ശത്രുസ്ഥാനമാണ്. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7ൽ വരിക എന്ന് പറയുന്നു. പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സിലെ എക്സ്പെൻസ് കൂടാം, മാരിറ്റൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെൻസ് കൂടാം, അതുപോലെ ചിലപ്പോൾ ദൂരയാത്രകൾ, അതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ഒരു ആലസ്യം, ക്ഷീണം, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. 12ാം ഭാവാധിപനായ ചൊവ്വയാണ്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ അല്പം വിഷമതകൾ, സുഖക്കുറവ്, സന്തോഷമില്ലായ്മ ഇവയൊക്കെ വേണമെങ്കിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് 7 നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് മുഖാന്തരമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വ പ്രത്യേകിച്ച് 7ലെ ചൊവ്വ എന്ന് പറയുന്നത് വികാരാവേശം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൊക്കെ വളരെ കെയർ വേണം. നമ്മളിൽ എന്തെങ്കിലും നമ്മളെ ഹിഡൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്തരം ഹിഡൻ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ പുറത്തെറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്വഭാവ ദൂഷ്യം നമുക്ക് അതുണ്ടാകാതെ നോക്കണം. അതുപോലെ ദമ്പതിമാർക്ക് സന്താന ചിന്തയൊക്കെ കൂടുന്ന സമയം കൂടെ ആയിരിക്കും. കാരണം ചൊവ്വ 5ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ചൊവ്വ 5ാം ഭാവാധിപനാണ്. അതുപോലെ അത് 7 എന്ന് പറഞ്ഞ മാരകസ്ഥാനവുമാണ്. അപ്പോൾ 5ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ പ്രണയബന്ധം,
ഇപ്പം പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിൽ എത്തപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. 5-ാം ഭാവാധിപനായി വരുന്നു. അതുപോലെ തന്നെ വിദേശത്തൊക്കെ സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ ശ്രേഷ്ഠമായ നിലയിൽ വർക്ക് ചെയ്യുന്നതിനും ധനാർജനത്തിനും പ്രശസ്തിക്കുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ചൊവ്വ 7-ാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് തിരുവാതിര നക്ഷത്രത്തിലൂടെയും പുണർന്ന നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ 2 തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ ചൊവ്വ തിരുവാതിര നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. തിരുവാതിര എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ 7 രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ആ ചൊവ്വ രാഹു തർക്കത്തിൻ്റെ ഗ്രഹമാണ്. അതുപോലെ ചൊവ്വയും തർക്കത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ തിരുവാതിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈ സ്പൗസുമായിട്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, എന്തെങ്കിലും സംശയങ്ങൾ, തർക്കങ്ങൾ ഉണ്ടാകാനൊക്കെ ഇടയുണ്ട്. അവിടെ നമ്മൾ ആ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് പോകുന്നതിനുള്ളൊരു ശ്രമം, അത് ജീവിത പങ്കാളിയായാലും ലൈഫ് പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർഷിപ്പിലും വളരെ നമ്മൾ നിയന്ത്രണം, ക്ഷമയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് ചൊവ്വ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 2 ആകുമ്പോൾ ആ ചൊവ്വ പുണർന്ന നക്ഷത്രത്തിൽ ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രമ്യമായിട്ട് പരിഹരിക്കുന്നതിനുമൊക്കെ ആ ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി അവിടെ കാണുന്നുണ്ട്. നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും. അതുപോലെ പങ്കാളിയുമായിട്ടൊക്കെ നല്ല ഒരു സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ ചിലപ്പോൾ യാത്രകൾ, ഷോപ്പിംഗ് ഇവയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ആ ചൊവ്വയുടെ പുണർന്ന നക്ഷത്രത്തിലൂടെയുള്ള ചൊവ്വയുടെ സഞ്ചാരം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ഈ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് നമുക്ക് 10 ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് നല്ലതാണ്. പക്ഷെ ബുധൻ്റെ രാശിയാണ് 10-ാം ഭാവരാശി എന്ന് പറയുന്നത്. ഇപ്പോൾ തൊഴിലിടത്ത് നമ്മൾ ചൊവ്വയുടെ ദൃഷ്ടി തൊഴിൽപരമായിട്ട് നമുക്ക് ഇപ്പോൾ പ്രൊമോഷൻ, മറ്റു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തൊഴിൽ മാറ്റത്തിനൊക്കെ അനുകൂല സമയമാണ്. എങ്കിലും തൊഴിലിടത്ത് നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചൊവ്വ 12-ാം ഭാവാധിപനും കൂടെയാണ്. 5-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് 10 ചൊവ്വ വരുന്നത് നല്ലതാണ്. അപ്പോൾ 12-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നത് അത്രത്തോളം ഗുണം ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ കഴിവതും നമ്മുടെ ബുദ്ധിശക്തി, പ്രായോഗിക ബുദ്ധിയൊക്കെ നമുക്ക് തൊഴിലിടത്ത് കൂടുന്നതിന് 5-ാം ഭാവാധിപനായി ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നത് വഴിതെളിക്കും. തൊഴിലിടത്ത് നമുക്ക് കാര്യക്ഷമത കൂടും. നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഒരു തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അപ്പം ഈ 10-ാം ഭാവരാശിയിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ 12-ാം ഭാവാധിപത്യമുള്ള ചൊവ്വയാകുമ്പോൾ നമുക്ക് തൊഴിലിടത്ത് ചെറിയ സുഖക്കുറവ് ക്രിയേറ്റ് ചെയ്യാം. 5-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് നമുക്ക് സുഖാനുഭവങ്ങൾ ക്രിയേറ്റീവ് സൈഡിലൊക്കെ നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ തൊഴിലിടത്ത് കൊണ്ടുവരുന്നതിനും അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് ഈ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവൊക്കെ ആവും. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും. നമുക്ക് ഫിസിക്കൽ എനർജിയൊക്കെ കൂടും. അതുപോലെ തന്നെ നമുക്ക് അതേസമയം ജന്മരാശിയിലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ അഗ്രസീവ് എനർജി കൂടും. ഈ അഗ്രസീവ് എനർജി കൂടുമ്പോൾ നമ്മൾ ഈ കഴിവതും നമ്മൾ കോപമൊക്കെ കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യാപൃതനാകും. അത് പൂർത്തിയാക്കുന്നതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ അഗ്രസീവ് എനർജി നമ്മൾ കൂട്ടുകാരുടെ ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആയാലും നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അത് ബന്ധുക്കളോടായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചൊവ്വ 2 ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് 2-ാം ഭാവരാശിയിൽ.
അത് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വെൽത്ത്, അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം, അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയോ റിസർച്ച് വഴിയോ സ്കോളർഷിപ്പ് വഴിയോ ഒക്കെ നമുക്ക് ചില നേട്ടങ്ങൾ ആ 2 ചൊവ്വയുടെ ഉച്ചദൃഷ്ടി കൊണ്ടുണ്ടാവും. ഗുരുവും 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ജന്മലഗ്ന രാശിയാധിപനായ ഗുരു അഷ്ടമരാശി ഉച്ചസ്ഥനായിട്ട് നിന്നുകൊണ്ട് 2 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതും ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 2 കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉച്ചദൃഷ്ടിയിലൊക്കെ വരുമ്പോൾ അത് നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കണം. കാരണം ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ജന്മരാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്, 2 ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അപ്പം സംസാരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അഗ്രസീവ് എനർജി കൂടാം എന്നുള്ളത് കൊണ്ട് വാക്കുകളിലും ആ തീഷ്ണത പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം കഴിവതും വാഗ്വാദങ്ങൾ, വഴക്കിടുന്ന ഒരു സ്വഭാവം ഒഴിവാക്കി പോകുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കുക. കുടുംബാംഗങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ ഒഴിവാക്കുക. ആഹാരത്തിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചൊവ്വ 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കുക. ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ ധനപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകുന്നതും, പൊതുവേ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എനർജി കൂട്ടാൻ ഈ സമയത്ത് ശ്രമിക്കുക. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനം 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ 4-ാം ഭാവാധിപനുമാണ്, 11-ാം ഭാവാധിപനുമാണ്. ആ ചൊവ്വ ആഗസ്റ്റ് 2-ന് അവരുടെ 6-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അത് സെപ്റ്റംബർ 18 വരെ ആ ചൊവ്വ 6-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അവിടെ 6-ൽ നിൽക്കുന്ന ചൊവ്വ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു, 9-ൽ ദൃഷ്ടി ചെയ്യുന്നു, 12-ലും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവേ മകരൻ രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ്. ചൊവ്വ ശനിയുടെ ശത്രുഗ്രഹമാണ്. എങ്കിലും കുജന് ഏറ്റവും ബലമുള്ള രാശിയാണ് ഈ ചൊവ്വ, ഈ മകരൻ രാശി. പൊതുവെ മകരരാശിക്കാർക്ക് ഈ 6-ാം ഭാവസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. കാരണം 6-ലാണ് ആ ചൊവ്വയുടെ സ്ഥിതി വരുന്നത്. എന്ന് പറയുമ്പോൾ 11-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കിൽ ഫോക്കസ് കൂടും. വർക്ക് പ്രഷർ, വർക്ക് ലോഡൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം വർക്ക് വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. കടബാധ്യത ഉള്ളവർക്ക് കടബാധ്യത കുറയ്ക്കാനും കഴിയുന്ന സമയമാണ്. അത് തിരിച്ചടയ്ക്കുക, അതായത് നമുക്ക് ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണൊക്കെ തിരിച്ചടയ്ക്കാനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും. അതുപോലെ നമുക്ക് ഇപ്പോൾ ചിലർക്ക് ലോൺ ചിലപ്പോൾ നീട്ടി ചുരുങ്ങിയ സമയത്ത് അടയ്ക്കേണ്ട ലോൺ അത് ലോണിൻ്റെ കാലാവധിയൊക്കെ നീട്ടി കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതേസമയം നമുക്ക് തർക്കങ്ങൾ, ശത്രുത ഒക്കെ കുറയുന്ന സമയമാണെന്ന് പറയാം 6-ലൊക്കെ ആ ചൊവ്വ വരുമ്പോൾ. ഇപ്പോൾ നമുക്ക് വ്യവഹാരങ്ങൾ, എന്തെങ്കിലും കേസുകൾ, അത് തൊഴിൽ സംബന്ധമായ കേസായാലും മറ്റെന്ത് കേസായാലും ആ കേസുകളിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ഫോക്കസ് കൂടും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഇപ്പോൾ നമ്മൾ എക്സസൈസ്, യോഗ, ധ്യാനം ഇവയൊക്കെ ശീലിച്ച് അതിൽ നിന്നൊക്കെ ഒരു മോചനം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ മാതൃബന്ധുക്കൾ വഴിയോ കേസുകൾ വഴിയോ മറ്റു സേവന പ്രവർത്തനങ്ങൾ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ സാധ്യതയുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയം കൂടെയാണെന്ന് മനസ്സിലാക്കുക. ചൊവ്വ 4-ാം ഭാവാധിപനും കൂടിയാണ്. 4-ാം ഭാവാധിപനേറ്റ ചൊവ്വ 6-ൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഈ ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ്. 4-ാം ഭാവാധിപൻ 6-ൽ വരുമ്പോൾ കുടുംബത്തിൽ സുഖക്കുറവ് അല്ലെങ്കിൽ കുടുംബ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതൊക്കെ ചിലപ്പോൾ മാനസികമായിട്ട് ഒരു ടെൻഷൻ ഈ സമയത്ത് തരാം. അതുകൊണ്ട് അതിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. അതേസമയം ഈ 6-ൽ
ആറില് സഞ്ചരിക്കുന്ന ചൊവ്വ ആഗസ്റ്റ് 12 ആവുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ ഇറങ്ങിയാണ്. അത് രാഹുവിൻ്റെ നക്ഷത്രമാണ് ചൊവ്വയുടെ. അപ്പോൾ രാഹുവും തർക്കത്തിൻ്റെ ഗ്രഹമാണ്, ചൊവ്വയും തർക്കത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. 6 തിരുവാതിര നക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള സമയം, ഈ സമയത്ത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവരുമായിട്ട് തർക്കങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ആരോഗ്യസ്ഥിതിയിൽ നമ്മൾ ഒരു ഫ്ലക്ച്വേഷൻ, ഒരു ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. നമ്മുടെ ആഹാരത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണ്ടുന്ന സമയമാണ്. അതുപോലെ ചിലർക്ക് ഈ കാലപുരുഷൻ്റെ 3-ാം ഭാവരാശിയാണ് ഈ മിഥുനൻ രാശി. അപ്പോൾ നമുക്ക് ഷോൾഡർ റിലേറ്റഡ് ആയിട്ടോ ENT സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. സെപ്റ്റംബർ 2 ആകുമ്പോൾ ആ ചൊവ്വാഗ്രഹം തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് മാറി പുണർന്ന നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ പൊതുവെ അത് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. അതായത് നമുക്ക് തൊഴിലിടത്തുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സമയം അനുകൂലമാണ്. നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണം കിട്ടുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അപ്പോൾ നമുക്ക് തൊഴിലിടത്ത് കൊടുത്ത അച്ചടക്കം ഉണ്ടാകും, വർക്കിലൊക്കെ കാര്യക്ഷമത ഉണ്ടാകും, തൊഴിൽ പ്രശ്നങ്ങൾ കുറയുന്നതിനൊക്കെ ആ ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. മാത്രമല്ല ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം സുഗമമാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 6 നിന്നിട്ട് ഈ കൂറുകാരുടെ 9 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം ഈ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക്, വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂല സമയമായിരിക്കും. അവരുടെ ഹാർഡ് വർക്കിൻ്റെ നേട്ടം അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ചില ഭാഗ്യാനുഭവങ്ങൾ, വർക്കിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. 6 നിൽക്കണം ചൊവ്വ 9 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം അതുപോലെ തന്നെ മുതിർന്നവർ, സീനിയർ അധ്യാപകർ, പിതാവ്, ഇവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയം കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പോൾ ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പം വിദേശത്ത് തൊഴിലവസരങ്ങളുണ്ടാകും. 6 നിൽക്കുന്ന ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 12 ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ ഈ സമയത്തുണ്ടാകും. ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് അല്പം ചിലവ് കൂടാനും സാധ്യതയുണ്ട്. ചിലർക്ക് ഈ ആത്മീയ കാര്യങ്ങളിലും മതവിശ്വാസവുമായി ബന്ധ കാര്യങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ തീർത്ഥാടന യാത്രകൾ, അതിലൊക്കെ ഒരു താല്പര്യം ഈ സമയത്ത് കൂടാം. കുജൻ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ജന്മരാശി കുജൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ചൊവ്വ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ ഉച്ച ദൃഷ്ടിയാകുമ്പോൾ കൂടുതൽ നമുക്ക് ഉന്മേഷം, ഏത് കാര്യത്തിലും അത് കാര്യം നേടിയെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം, നമ്മൾ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ തലത്തിലും പ്രൊഫഷണൽ തലത്തിലും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. അതേസമയം ചൊവ്വയാണ് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മേലെ ആധിപത്യം, ഡോമിനൻസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെ പെട്ടെന്ന് വികാരഭരിതനാകുന്ന ഒരവസ്ഥ ഈ കുറുകാർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാം. അതുകൊണ്ട് അങ്ങനെ ആരോടും യോജിക്കാത്ത ഒരു തർക്കിക്കുന്ന സ്വഭാവം ആ ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് വരാം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കെയർ കൊടുത്ത് പോവുക. അവയിലൊക്കെ കെയർ കൊടുത്ത് പോവുകയാണെങ്കിൽ ഈ ചൊവ്വ വ്യക്തിതലത്തിലും പ്രൊഫഷണൽ തലത്തിലും ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം.
കുംഭക്കുറുകാർ എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ 3-ാം ഭാവാധിപനാണ്. അതുപോലെ ചൊവ്വ 10-ാം ഭാവാധിപനാണ്, കർമ്മഭാവാധിപനാണ്. 3ഉം 10ഉം ഭാവാധിപനായിട്ട് ചൊവ്വ അവരുടെ ത്രികോണ രാശിയിൽ 5-ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 2-ന് ചൊവ്വ രാശി മാറുന്നത്. സെപ്റ്റംബർ 18 വരെ ആ ചൊവ്വ ആ 5-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അവിടെ നിന്ന് ഈ ചൊവ്വ അവരുടെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നു, 11-ൽ ദൃഷ്ടി ചെയ്യുന്നു, 12-ലും ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 5-ാം ഭാവരാശി എന്ന് പറയുന്നത് വായു കാരകത്വ രാശിയാണ്. അപ്പം കുംഭരാശിയും വായു കാരക രാശിയാണ്. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ലേക്ക് ത്രികോണസ്ഥാനത്തേക്ക് രാശി മാറുന്നത് തൊഴിലിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. പ്രായോഗിക ബുദ്ധി കൂടുന്ന സമയമാണ് തൊഴിലിടത്ത്. പുത്തൻ ആശയങ്ങൾ തൊഴിലിടത്ത് കൊണ്ടുവരുന്നതിനും ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഉയരുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലിടത്ത് സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം ഉയരുന്നതിനും സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ അവസരങ്ങളുണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഓഹരി വിപണികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നു, 3-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നു. അപ്പോൾ പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും, കാര്യക്ഷമത കൂടും, അതുപോലെ കൂടുതൽ ഉത്സാഹം ഈ പഠനത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. അതുപോലെ ചൊവ്വ 3-ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 3-ാം ഭാവാധിപനെ ചൊവ്വയാണ് 5-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ, മാർക്കറ്റിങ്ങിൽ പ്രവർത്തിക്കുന്നവർ, സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എൻ്റർപ്രണേഴ്സ്, ഇവർക്കൊക്കെ ആ 3-ാം ഭാവാധിപനെ ചൊവ്വ 5-ൽ വരുന്നത് നേട്ടമുണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ചൊവ്വ 5-ലായതുകൊണ്ട് സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാവും. അതേസമയം റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പുത്തൻ കോഴ്സുകൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതേസമയം ചൊവ്വ 5-ാം ഭാവരാശിയിൽ ആഗസ്റ്റ് 12 ആവുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് 5-ൽ. അത് രാഹുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലൂടെ ആ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സഡൻ ഉണ്ടാകാം. മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ അത് മുഖാന്തരം ഉണ്ടായെന്ന് വരാം. പൊതുവെ തീരുമാനം എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ ആ സമയത്തുണ്ടാകാം രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്നു. അതുപോലെ സന്താനങ്ങളുമായിട്ടും ചിലപ്പോൾ ചില ഇഷ്യൂസ് ആ സമയത്തുണ്ടായെന്ന് വരാം. പ്രത്യേകിച്ച് അതേസമയം ചൊവ്വ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടെയാണ്. അതേസമയം നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഇമ്പൾസീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 2 ആകുമ്പോൾ ആ ചൊവ്വ 5-ാം ഭാവരാശിയിൽ പുണർദം നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 5-ൽ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി തലത്തിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ കഴിയും, കോമ്പറ്റിറ്റീവ് തലത്തിൽ ഷൈൻ ചെയ്യാൻ കഴിയും, പരീക്ഷകളിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും, നമ്മുടെ ടാലൻറ്റ് മെച്ചപ്പെടുന്ന സമയമാണ്. അതുവഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത കൂടുന്ന സമയമാണ്. പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ ആ സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ചൊവ്വ ഈ 5-ാം ഭാവരാശി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് അഷ്ടമരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അഷ്ടമരാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ
ഇപ്പോൾ അഷ്ടമരാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. അപ്പോൾ ടെക്നിക്കൽ, സൈക്കോളജി, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ, മെഡിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച് സർജറി റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, അതുപോലെ ഈ ആഡിറ്റിംഗ് അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇവയിലൊക്കെ ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നമ്മൾ അല്പ ശ്രദ്ധ കൊടുത്തു പോകണം. 8-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ചിലർക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടാകാം. ചിലർക്ക് ഈ ജീവിത പങ്കാളിയുടെ പേരൻസുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അഷ്ടമത്തിലെ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ചിലർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സർജറിയിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനൊക്കെ കഴിഞ്ഞു എന്നൊക്കെ വരാം ആ ചൊവ്വ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഇപ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ, പൈൽസ് പോലെയുള്ള ഇഷ്യൂസ് ഉള്ളവർ, ഇത്യാദി ക്ലേശങ്ങൾ ഉള്ളവർക്കെല്ലാം ഒരു പ്രിവെൻറ്റീവ് കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ ദൂരയാത്രകളിലും നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രൈവിങ്ങിലും കെയർ വേണം. നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവർ അത് മുഖാന്തരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാതെ നോക്കണം. ഇതാണ് അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേസമയം ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 11-ലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ മുതിർന്നവരുമായിട്ട്, ജ്യേഷ്ഠ സഹോദരന്മാരുമായിട്ട്, പഴയ സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. 11-ലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ 11-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ചൊവ്വ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ ചൊവ്വ 12-ൽ ഉച്ചദൃഷ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വിദേശത്ത് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് ആ ട്രാവൽ പ്ലാൻ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് വിദ്യാഭ്യാസം വിദേശത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പണമൊക്കെ ഡീല് ചെയ്യുന്നതിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പൊതുവെ ധനച്ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അനാവശ്യ ചിലവൊക്കെ കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. പാദത്തിലോ കണങ്കാലിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി, പൊള്ളൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മൾ നടക്കുമ്പോഴായാലും യാത്രകളിലായാലും ഒരു കെയർ വേണം. അതുപോലെ നമുക്ക് റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളിൽ പണം മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ ഈ കുജൻ്റെ രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ 2-ാം ഭാവാധിപനുമാണ്, 9-ാം ഭാവാധിപനുമാണ്. ഈ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ലാണ് വരുന്നത്. ആഗസ്റ്റ് 2-ന് 4-ലേക്ക് രാശി മാറും. സെപ്റ്റംബർ 18 വരെ ഈ ചൊവ്വ 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അവിടെ നിന്ന് ആ ചൊവ്വ ഈ കൂറുകാരുടെ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 11-ലേക്കും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ കുജൻ്റെ 4-ലെ സ്ഥിതി ചില കാര്യങ്ങൾക്ക് സുഖകരമല്ല, അതേസമയം ചില കാര്യങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പം ശത്രുരാശിയാണ് 4-ാം ഭാവരാശി, ബുധൻ്റെ രാശിയാണ്. എങ്കിലും 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ കേന്ദ്രസ്ഥാനത്താണ് വരുന്നത്. അത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് 2-ാം ഭാവാധിപൻ 4-ലേക്കൊക്കെ വരിക എന്ന് പറയും. നമുക്ക് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ വാഹനങ്ങൾ മാറ്റിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്.
പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, ഇവയിലൊക്കെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ കൃഷി വഴി നേട്ടങ്ങൾ, അതുപോലെ തന്നെ കുടുംബ ബിസിനസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, അതുവഴിയൊക്കെ നമുക്ക് ആദായം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം 4-ൽ ചൊവ്വയുടെ സ്ഥിതി വരുമ്പോൾ കുടുംബത്തിൽ 4-ൽ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വൈകാരികമായിട്ട് അല്പം നിയന്ത്രണമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. മാതാവിനൊക്കെ ഒരു സന്തോഷക്കുറവ്, മാതാവിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേസമയം ചൊവ്വ 9-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 9-ാം ഭാവാധിപന് ചൊവ്വയാണ് 4-ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായകമാണ്. മുതിർന്നവരുടെയൊക്കെ ഗൈഡൻസ്, നമുക്ക് എങ്ങനെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താം, അതിന് മുതിർന്നവരുടെയൊക്കെ ഗൈഡൻസ് നമുക്ക് വഴിതെളിക്കും. അത് പിതാവിൻ്റെ ആകാം, അതുപോലെ മുതിർന്നവരുടെ ആകാം, അതുപോലെ സ്പിരിച്വൽ തലത്തിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും. അതുവഴി നമുക്ക് ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഫാമിലിയിൽ പ്രത്യേകിച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ തലത്തിൽ ഒക്കെ തന്നെ ഗുണാനുഭവം 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു, 9-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ൽ വരിക വഴി ഉണ്ടാകുമെന്ന് പറയാം. അപ്പം അക്കാഡമിക് തലത്തിൽ ഒരു സക്സസ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ അനുകൂല സമയമാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ചൊവ്വ ആ 4-ാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് 2 നക്ഷത്രങ്ങളിലൂടെ, ഒന്ന് തിരുവാതിര നക്ഷത്രം, മറ്റൊന്ന് പുണർ നക്ഷത്രം. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലൂടെ ഈ ചൊവ്വ സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 12 മുതലാണ്. ആഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ ചൊവ്വാഗ്രഹം 4-ൽ തിരുവാതിര നക്ഷത്രം, രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അത് കുടുംബത്തിൽ അല്പം ടെൻഷൻ ഉണ്ടാക്കാം. 4-ൽ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ, രാഹു തർക്കഗ്രഹമാണ്. ആ തർക്കഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിലൂടെ മറ്റൊരു തർക്കഗ്രഹമായിട്ടുള്ള ചൊവ്വാഗ്രഹം സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ 4-ാം ഭാവ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ഭിന്നത, തർക്കങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ ടെൻഷൻ, അതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ അതുവഴി എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഫോറിൻ സെറ്റിൽമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ കുടുംബത്തിൽ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട്. വീട്, ഓഫീസ് ഇവയൊക്കെ നവീകരിക്കുന്നതിനുള്ള ഒരു ശ്രമം, കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 2 ഈ ചൊവ്വാഗ്രഹം പുണർദം നക്ഷത്രത്തിൽ ഇറങ്ങുകയാണ്. അത് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പം ഗുരു ആണെങ്കിൽ ഇപ്പോൾ 5-ൽ ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ ഈ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുടുംബത്തിൽ ഈ രാഹുവിൻ്റെ നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അവയൊക്കെ പരിഹരിക്കുന്നതിനും ആ ചൊവ്വ ഗുരുവിൻ്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് വഴിതെളിക്കും. അതിന് സഡനായിട്ടുള്ള പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതുപോലെ അതിന് മുതിർന്നവരുടെയൊക്കെ ഉപദേശം, പിതാവ്, മറ്റു മുതിർന്നവർ, ഗുരുക്കന്മാർ, ഇവരുടെയൊക്കെ ഗൈഡൻസ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വഴിതെളിക്കും. അങ്ങനെ ഫാമിലി റിലേഷൻ, കുടുംബ ബന്ധമൊക്കെ മെച്ചപ്പെടുന്നതിനും പ്രൊഫഷണൽ തലത്തിൽ, വിദേശ ബന്ധത്തിൽ ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും അത് വഴിതെളിക്കും. അപ്പോൾ ചൊവ്വ ഭാഗ്യഭാവാധിപനാണ്. അപ്പോൾ 10-ൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അത് തൊഴിലിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും. നമ്മുടെ പെൻഡിങ് വർക്ക് ചെയ്തു തീർക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കും. അതുപോലെ തൊഴിലിൽ കൂടുതൽ ആക്റ്റീവാകും. തൊഴിലിൽ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം എന്ന് പറയാം. പൊതുജനങ്ങളുമായിട്ട് ഉള്ള റിയാക്ഷനൊക്കെ നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് പറയാം.
അതുപോലെ തന്നെ തൊഴിലിൽ ഉയർന്ന ഉത്തരവാദിത്വം ഈ സമയത്ത് വരാം. 7-ലും ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൊവ്വ 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചൊവ്വ 7-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ആ ബിസിനസ് പാർട്ട്നേഴ്സിനിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകും, എങ്കിലും പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. 7-ൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. 7-ൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അത് ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് ഗുണകരമാകും എന്ന് തന്നെ പറയാം. അതുപോലെ ഈ വിദേശത്ത് വിപണനം വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. അതേസമയം നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കാരണം 7-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി, മാത്രമല്ല 7-ൽ ശനിയുടെ ദൃഷ്ടിക്കുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ അവിടെ നമ്മൾ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ ചൊവ്വയുടെ 7-ലെ ദൃഷ്ടി അത്രത്തോളം ഗുണം ചെയ്യില്ല. 4-ൽ സ്ഥിതി 7-ലെ ദൃഷ്ടി അവ അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതറിഞ്ഞ ഒരു സംയമനത്തോടുകൂടിയുള്ള ഒരു പെരുമാറ്റം ഈ സമയത്ത് ഉണ്ടാകണം. അതേസമയം ചൊവ്വ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ഉച്ചദൃഷ്ടിയാണ്. അത് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. പല സോഴ്സിൽ നിന്ന് നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. അത് കരിയർ തലത്തിലാകാം, അതുപോലെ ധനപരമായിട്ടുള്ള ചില അവസരങ്ങൾ നമുക്കുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ചില ആഗ്രഹങ്ങൾ നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് ഫ്രണ്ട്സ് വഴിയോ നമ്മളെ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം, സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ 4-ൽ നിന്നാണ് ആ ചൊവ്വ 11 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു വാങ്ങാനുള്ള ശ്രമം, അല്ലെങ്കിൽ കൃഷി ആദായകരമാക്കുന്നതിനുള്ള ഒരു ശ്രമം ഒക്കെ ഈ സമയത്തുണ്ടാകാം. സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും വഴിയൊക്കെ നേട്ടം ഉണ്ടാകാം. അതേസമയം 11-ൽ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സൗഹൃദങ്ങളിൽ, നമ്മൾ സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ സംസാരം വഴി തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ സുഹൃത്തുക്കൾക്കുണ്ടാകാം, നമ്മളെ സോഷ്യൽ സർക്കിളിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ആ സൗഹൃദങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നമുക്ക് ഗുണം ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്നവർക്ക് ഈ മീനം രാശിയിൽ, മീനം കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.